മാലിക്കേ മാലിക്കേ വിശന്നിട്ട് വയ്യടാ. വയ്യെങ്കി എന്താ ചെയ്യാ? മാലിക്കിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? നോമ്പാണെങ്കി കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞ് അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഫുഡിന് എന്താ കാട്ടുക? എന്താ ചെയ്യാ ഫുഡിന്? അത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ ചെയ്യണ്ടേ ഇനി ഫുഡ് കിട്ടാൻ? മാലിക്ക് ഒരു പാചകം അറിയോ? മാലിക്കിന് പാചകം അറിയോ? മാലിക്കിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ? നമുക്ക് എന്തോരൊരു നല്ല കാലം കഴിഞ്ഞില്ലേ? നോമ്പ് കാലത്ത് എന്തൊക്കെയാ നമുക്ക് ഷെയ്ഖിന്റെ പാലസിൽ നിന്ന് കിട്ടി? എന്തൊക്കെ കിട്ടി? പിന്നെ ഒരു ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പിന്നെ ഒരു ബിരിയാണി. ലുക്കൈമത്ത് കിട്ടിയോ? ലുക്കൈമത്ത് ലുക്കൈമത്ത് ഉണ്ടായിട്ടുള്ള ലുക്കൈമത്ത് മധുരമുള്ള തേനിട്ട പൊരിച്ചിട്ട് അതിൽ തേനിട്ടിട്ട് ഒരു പെട്ടിയിൽ അതും. പിന്നെ ഈത്തപ്പഴം തേനിൽ മുക്കിയ ഈത്തപ്പഴമാണ് തരിക. പിന്നെ അറബി ബിരിയാണി, ആട് ബിരിയാണി തിന്ന് മടുത്തിരുന്നു അല്ലേ? എന്തൊക്കെ കിട്ടി? ഫ്രൂട്ട്സ് വേറെ. ഇതൊക്കെ അറബികള് തന്നതാണ് അല്ലേ? നമുക്ക് എല്ലാം കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞടാ. ഇനി എന്താ ചെയ്യാ? ഈ നോമ്പിന് മാത്രം എന്താ അവര് തരുന്നത്? അവര് എന്നും തരാൻ പറയണ്ടേ അവരോട്? എന്നും തന്നാലല്ലേ നമുക്ക് എന്താ? നോമ്പാണ്ട് കഴിഞ്ഞാ നമ്മുടെ വായൊക്കെ അടയ്ക്കുക. അപ്പൊ നമ്മളെന്ത് ചെയ്യും? നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വേണ്ടേ? നമുക്കാണെങ്കിൽ പൂരം മടി, പണിയെടുക്കാനാണെങ്കിൽ പൂരം മടി. എന്ത് ചെയ്യും? മാലിക്കിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? അതുമില്ല. ഞാനാണെങ്കിൽ പാത്രം കഴുകാൻ എനിക്ക് മടിയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നമുക്ക് ഷെയ്ഖിനൊരു പരാതി കൊടുത്താലോ? എന്ത് പരാതി നമുക്ക് കൊടുക്കുക? എന്നും നോമ്പായിക്കോട്ടെ. അതായത് എല്ലാ ദിവസവും കൊല്ലം 365 ദിവസം നോമ്പായിക്കോട്ടെ. നോമ്പായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഫുഡ് ഇങ്ങനെ ചെമ്പൊരു ബിരിയാണി ഇങ്ങോട്ട് കൊണ്ടുത്തരിക. അവര് നോമ്പിനെ ബിരിയാണി തരുള്ളൂ. അവര് നോമ്പിനെ ഫുഡ് തരുള്ളൂ. നമ്മളെന്ത് ചെയ്യാനാ? അപ്പൊ എന്ത് ചെയ്യാനാ? എല്ലാ ദിവസവും തരണ്ടേ? എല്ലാ ദിവസവും തരാഞ്ഞാ പിന്നെ നമ്മളെ കാര്യം കഷ്ടല്ലേ? മാലിക്കിനും മടി പണിയെടുക്കാന്, മൂത്തൂനും മടി പണിയെടുക്കാന്. അപ്പൊ എന്ത് ചെയ്യും? മടി. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഷെയ്ഖിനോടൊരു പരാതി കൊടുത്തിട്ട് ദിവസവും ഫുഡ് തരണം. നമ്മളെ നോമ്പുണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വായണ്ട് അടക്കിയ തുന്നി കെട്ടണം. ഷെയ്ഖിനോടൊന്ന് പറയ്. പിന്നെ ആണെങ്കിൽ ഷെയ്ഖാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ജോലിയും തരുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? 60 വയസ്സ് കഴിഞ്ഞാൽ പണിയെടുക്കരുത്, നല്ല സുഖമായിട്ട് ജീവിക്കണം എന്നാണ്. ഇവിടെ ഞാൻ അങ്ങനെ പിടിച്ചാ പോരാ. മടി പോരെ? ഇങ്ങനെ പോരെ? സുന്ദരകുട്ടപ്പനാണല്ലോ. നല്ല സുന്ദരകുട്ടപ്പനാണല്ലോ മാലിക്ക്. അറബിയുടെ ഫുഡൊക്കെ കഴിച്ച് നല്ല സുന്ദരകുട്ടപ്പൻ അയക്കണില്ലേ? ആയോ? ഇനിയിപ്പൊ എന്താ നമ്മള് ചെയ്യടാ? എന്താ ചെയ്യ? പരാതി കൊടുക്കാൻ പോവാ അല്ലേ? എല്ലാ ദിവസവും ഫുഡ് തരണം, ലുക്കൈമത്തും തരണം, അരീസും തരണം, ഗോതമ്പൊക്കെ ഇട്ട് വേവിച്ച് അതില് ആടിന്റെ പീസൊക്കെ ഇട്ട് അതൊക്കെ നല്ലോണം അങ്ങനെ ഉടച്ച് ഉപ്പൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് അത് തരണം. പിന്നെന്താ? ആട് ബിരിയാണി, വലിയ വലിയ കഷ്ണമുള്ള ബിരിയാണി തരണം. നിത്യവും തരണം അല്ലേ? മാലിക്കിന് എന്താ ഇഷ്ടായത്?
ലുക്കൈമത്താണോ ഇഷ്ടായത്? പിന്നെ ലുക്കൈമത്താണോ പിന്നെന്താ ഇഷ്ടായത് പറയും. പരാതിന് കൊടുക്കാം. പരാതി കൊടുക്കണം. കാരണം ഈ നോമ്പിന് മാത്രമേ മനുഷ്യന് വായുള്ളൂ. നോമ്പ് കഴിഞ്ഞാൽ ഫുഡൊന്നും വേണ്ടേ? എന്ത് ചെയ്യും അല്ലേ? ഫുഡ് നമുക്ക് എല്ലാ ദിവസവും തരണം. കറക്റ്റായിട്ട് എത്തിക്കണം. കറക്റ്റായിട്ട് ഫുഡൊക്കെ എത്തിക്കണം. അത് നമുക്ക് പറയാം. ജോലി ഇല്ല, കൂലി ഇല്ല. എന്ത് ചെയ്യും അല്ലേ? കൂലിയില്ല, ഒന്നും മാർഗവുമില്ല, ഒരു മാർഗവുമില്ല. ഈ മരുഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെടാനാ നമ്മൾ വന്നത് അല്ലേ? കഷ്ടപ്പെടാനാ വന്നത്. അതൊന്നും ശരിയാവൂല. നോമ്പിന് ഞാൻ വിചാരിച്ചു, നമ്മൾ വിചാരിച്ചില്ലേ, നമ്മളിവിടെ ചുറ്റിക്കറങ്ങി ഈ ഷെയ്ഖിന്റെ വില്ലയിൽ എത്തിയത് ഈ ഫുഡ് ഇങ്ങനെയൊക്കെ കഴിക്കാനാണോ? എന്ത് രസായിട്ട് ഒരു മാസം അല്ലേ? എത്ര വെയില് കൊണ്ടാലും അരീസൊക്കെ അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ ഭയങ്കര ക്ഷീണം അങ്ങോട്ട് മാറും അല്ലേ? മാലിക്കിന് ലുക്കൈമത്ത് ഭയങ്കര ഇഷ്ടായിരുന്നു അല്ലേ? എന്ത് ഇഷ്ടായിരുന്നു ലുക്കൈമത്ത്. ആർക്കും തരൂല. മാലിക്കിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ആരും കാണാതെ നാലെണ്ണൊക്കെ ഉണ്ടകൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും എല്ലാരും. അപ്പോഴേ കിട്ടുള്ളൂ. മാലിക്ക് തരൂല ആർക്കും അല്ലേ? അങ്ങനെ ഒരു മാസം സുഖമായിട്ട് സുന്ദരായിട്ട് കഴിഞ്ഞ് ഉണ്ടകള് അല്ലേ? മധുരമുള്ള ഉണ്ടകള്. പിന്നെ എന്തൊക്കെയാ സോസുകളൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് തിന്നാൻ നല്ല രസാടാ. നോമ്പ് കഴിഞ്ഞടാ. ഇനി എന്ത് ചെയ്യും? ഇനി എന്താ ചെയ്യാ? ഷെയ്ഖിനോട് പറയാ. എന്താ പറയേണ്ടത്? പറയ്. മാലിക്കിന് ഒരിച്ച് ലുക്കൈമത്ത് തരുവോ? പിന്നെ എന്തൊക്കെ വേണ്ടത് പറയും. പിന്നെ ലുക്കൈമത്തും മലീസയും പിന്നെ ഒരിച്ച് ഷെയ്ക്കോ? എന്ത് മറ്റേ ഷാർജ ഷെയ്ക്കാ അതോ ആപ്പിൾ ഷെയ്ക്കോ? ഏതുകൊണ്ട്? ആപ്പിൾ ഷേക്ക്. അപ്പൊ നമുക്ക് ഇനിയും ജീവിക്കണം അല്ലേ? നമുക്ക് ജീവിക്കണം. അടുത്ത നോമ്പ് ആവണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നോമ്പിനെ ഇനി ഫുഡ് കിട്ടുള്ളൂ. നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പൊ ഇനി അതുവരെ നമ്മൾ എന്ത് ചെയ്യണം അത് പറയും. ഒരു തീരുമാനത്തിൽ എത്തണല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം പറയേ. നമ്മള് മരിച്ചു പോകൂലേ ഭക്ഷണം കഴിച്ചില്ലെങ്കില്? എന്നാലേ നമ്മൾ എന്താ കാട്ടേണ്ടത് പറയേ. നമ്മൾ അലീസൊക്കെ തിന്നാലല്ലേ മരിക്കാണ്ടിരിക്കുള്ളൂ. പിന്നെ എന്തൊക്കെ തിന്നണം മരിക്കാണ്ടിരിക്കാന്? പിന്നെ കുറച്ച് ചിക്കനും ചിക്കൻ കഴിക്കണം. പിന്നെ ചിക്കൻ കഴിക്കണം. പിന്നെ ഡീസ് കഴിക്കണം. പിന്നെ അത്ര മാത്രം. ബിരിയാണി കഴിക്കണ്ട? ബിരിയാണി കഴിക്കും. ചിക്കൻ ചില്ലി കഴിക്കണ്ടേ? ചിക്കൻ ചില്ലിയും കഴിക്കണം. പിന്നെ ജ്യൂസ്. പിന്നെന്ത് വേണം? പിന്നെന്താണ്? ചീസ് വേണം. ചീസ് ഇതൊക്കെ നമുക്ക് ഹെൽത്തിനുള്ള വേണ്ടിട്ടുള്ള അല്ലേ ഫുഡാണ് അല്ലേ? എൻ്റെ ഉമ്മ എന്താ ഉണ്ടാക്കല്? ഒരു ബർഗർ, പല ബർഗർ, ചിക്കൻ ഇട്ടിട്ട്, ബീഫ് ഇട്ടിട്ട് അല്ലേ? പിന്നെ മട്ടൻ ഇട്ടിട്ട്, പിന്നെ എന്തൊക്കെയാ സാധനങ്ങൾ ഉണ്ടാക്കും. നാടൻ ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല. നമുക്ക് മീൻ വറുത്തത്, ചോറ് അല്ലേ? നമുക്ക് നാടൻ ഫുഡ്. നമുക്ക് നാട്ടിൽ പോയാലോ നാടൻ ഫുഡ് കഴിക്കാന്? നാട്ടിൽ പോയിട്ട് നമുക്ക് നാടൻ ഫുഡ് കഴിച്ചാലോ? കപ്പ, ബീഫ്, എന്താ ടേസ്റ്റ് ഇല്ലേ? കപ്പയും ബീഫും. പിന്നെ കപ്പലല്ല, കപ്പ കിഴങ്ങും ബീഫും. പിന്നെ ചില്ലി ചിക്കനും നെയ്ച്ചോറും. പിന്നെ എന്തൊക്കെയാ നല്ല ഹെൽത്തി ഫുഡ്? എന്തൊക്കെയാ പിന്നെ വേണ്ടത് മാലിക്കിന് നാട്ടിൽ പോയിട്ട് എന്തൊക്കെ വേണം?